ഈ പ്രവേശിച്ചു എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ആ തർക്കത്തിലൊന്നും ഞാനിപ്പോൾ ഇല്ല. 6-7 വർഷം കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ആ തർക്കത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഇപ്പൊ ഇവര് ഈ പറഞ്ഞ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം പറഞ്ഞപ്പോ അതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവരൊന്നും അങ്ങനെയുള്ള ഇതൊന്നും പറയാനൊന്നും എന്നെ ബോധ്യപ്പെടുത്താറായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. സംശയം എന്താ? 52 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇനി അതല്ലേ പറ്റൂ. ഇപ്പൊ 66 വയസ്സായി. ഇനി അധികകാലം ഇല്ലല്ലോ. ഒരു മാക്സിമം വന്നാൽ ഒരു 75 വയസ്സ് വരെ ഞാൻ കണക്ക് കൂട്ടുന്നുള്ളൂ. ഇനിയിപ്പോ ഈ അവസാന നിമിഷത്തിൽ എന്നെ വളർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ എന്നെ വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനത്തിനെതിരായിട്ട് ഞാനെങ്ങനെ നീങ്ങും? അതൊക്കെ വെറുതെ തോന്നലാണ് ഓരോരുത്തർക്കും. പിന്നെ ഇതിനകത്ത് ഞാനിപ്പോ ആലോചിക്കുകയായിരുന്നു, വേറെ ഈ BJP-ക്കാർ ഇവിടെ വന്നു എന്നുള്ള വാർത്തയ്ക്കകത്ത് വേറെ ഗൂഢാലോചന വല്ലതും ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ഇപ്പോ ഇനി അങ്ങനെ വല്ലതും ഉണ്ടോ? പത്മകുമാർ ഇങ്ങനെ BJP എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് വല്ല ഗൂഢാലോചനയുണ്ടോ? അത് ഞാൻ മാധ്യമങ്ങളെയാണ് സംശയിക്കുന്നത്. അപ്പൊ തന്നെ തിരുത്തിയല്ലോ. അത് ഫേസ്ബുക്കില് ഞാൻ അപ്പോഴത്തെ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു. ആ കൊടുത്തത് ശരിയായില്ലാന്ന് തോന്നിയപ്പോ തന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ ഞാൻ അത് ഡിലീറ്റ് ചെയ്തല്ലോ. പിന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുള്ള കളിയാണല്ലോ പിന്നെ നടന്നത് മുഴുവൻ. കൊല്ലം സമ്മേളനം വിഭാഗീയതകളില്ല, സ്വാരസ്യങ്ങളില്ലാതെ കൊടിയിറങ്ങുന്നു, സമാപിക്കാൻ പോകുന്നു എന്നൊരു ഘട്ടം എത്തിയപ്പോഴാണ് താങ്കളുടെ പ്രതിഷേധവും ഫേസ്ബുക്ക് പോസ്റ്റും വന്നു. നമ്മളത് പിൻവലിച്ചെങ്കിൽ പോലും അതിന്റെ അലയൊലികൾ തീർന്നിട്ടില്ല. പാർട്ടിക്ക് അതുണ്ടാവും. അത് സ്വാഭാവികല്ലേ. അതൊക്കെ സ്വാഭാവികമാണ്. അത് ഞങ്ങള് കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ പരിഹരിക്കും. 52 വർഷമായി കമ്മ്യൂണിസ്റ്റായി തുടരും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ എടുത്ത ഒരു കൊടിയേ ഉള്ളൂ. വേറെ എങ്ങൊന്നും കയറി വന്നതല്ല. ഞാൻ ജനപ്രതിനിധിയാകാൻ വന്ന ആളല്ല. ഞാൻ ഈ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പാണ് ഈ പാർട്ടിയിൽ വരുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ഉൾപ്പെടെ പ്രവർത്തിച്ച ആളാണ്. അതിനിടയ്ക്ക് പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ MLA ആയി പോയി എന്നുള്ളൊരു കുഴപ്പം സംഭവിച്ചു. 3 പ്രാവശ്യം പാർട്ടി മത്സരിപ്പിച്ചു എന്നുള്ള പ്രശ്നമുണ്ട്. DYFIയുടെ കേന്ദ്ര കമ്മിറ്റി പ്രവർത്തിച്ചു. ഇന്നലെ പിടിച്ച കൊടി അല്ലെങ്കിൽ ആദ്യം തുടങ്ങിയപ്പോൾ പിടിച്ച കൊടി അത് ഇന്നും പിടിക്കും, നാളെയും പിടിക്കും. മരിക്കുമ്പോൾ ആ കൊടി നമ്മുടെ നെഞ്ചത്തുണ്ടാകണമെന്ന ആഗ്രഹം. സമ്മതിച്ചാൽ അത് കാണും. ഈ BJP-യേക്കാളും മികവാണ് SDPI-യിൽ കണ്ടത്. ഏതാ BJP-യേക്കാളുള്ള ഒരു മികവ് എന്താണ് SDPI-യിൽ കണ്ടത്? അങ്ങനെയല്ല. അത് ഇന്നലെ അവര് ഇങ്ങനെയൊക്കെയുള്ളൊരു ഇത് കൊടുക്കാൻ പറ്റുമോ? പക്ഷെ ഞാനപ്പോ ഇതിനൊരു മറുപടി പറയണ്ടേ? അങ്ങനെ പറഞ്ഞതാ, അല്ലാതെ വേറെ ഒന്നുമല്ല. അല്ലാതെ ഞാനിപ്പോ SDPI പോകുന്നത് അതൊന്നുമില്ലല്ലോ. അല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അല്പത്തം വേറെ ആരും കാണിക്കത്തില്ല. കാരണം ഇവിടെ വരിക, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് അകത്തോ വെളിയിലോ നിന്നിട്ട് പടം എടുക്കുക, എന്നിട്ട് പത്മകുമാറുമായിട്ട് അടച്ചിട്ട മുറി ചർച്ച എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുക. അത് കണ്ടപ്പോ അന്നേരം അവർക്കിട്ടൊരു കുത്തെന്നുള്ള രൂപത്തിൽ കൊടുത്തെന്നല്ലേ ഉള്ളൂ. വേറെ കാര്യമൊന്നുമില്ല. അതെ, അത് വന്നോട്ടെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു കാലത്തും ചിന്തിക്കാൻ കഴിയാത്തതാണല്ലോ SDPI എന്ന് പറയുന്നത്. അതിൽ പോയാൽ പോലും BJP പോകത്തില്ലെന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. അല്ലാതെ SDPI ഏതാണ്ടോ വളരെ മാന്യത, അതുകൊണ്ട് BJP മോശം, അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെയൊന്നുമല്ല. അങ്ങനെയൊന്നും കരുതാം. രണ്ടും ഒരേ, അതായത് SDPIയും BJPയും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. ഇപ്പോ ലോക രാഷ്ട്രീയം എങ്ങനെയാ? 1990 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം സോവിയറ്റ് യൂണിയനിൽ അവസാനിക്കുന്നു. സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം സോവിയറ്റ് യൂണിയനിൽ അവസാനിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിന്റെ ഭരണ സംവിധാനം തകർന്ന സാഹചര്യത്തിൽ ലോകത്താകെ മുതലാളിത്തത്തിന് ശക്തി വർദ്ധിക്കും. അക്കാര്യം നമുക്കറിയാവുന്നതാണ്. മുതലാളിത്തത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് സാമ്രാജ്യത്വം. ആ സാമ്രാജ്യത്വത്തിന്റെ വലതുപക്ഷവൽക്കരണം ലോകത്ത് വർദ്ധിച്ചു എന്ന് മാത്രമല്ല, അതിനൊരു പ്രത്യേക സ്വഭാവം കൂടെ വന്നു. എന്താ 90-ന് ശേഷം വന്ന ലോക സാഹചര്യത്തിലെ മാറ്റം? ലോക സാഹചര്യത്തിലെ മാറ്റം ഈ വെറുതെ വലതുപക്ഷം ശക്തിപ്പെടുക എന്ന് മാത്രമല്ല, അതൊരു സ്വത്വബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വലതുപക്ഷവൽക്കരണമാണ്. ആ സ്വത്വബോധം എന്ന് പറഞ്ഞാൽ ജാതി, മതം, ഭാഷ, പ്രദേശം, ലിംഗം ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ആ ബോധം, അതിന്റെ അടിസ്ഥാനത്തിലുള്ള, ഇപ്പൊ ഞാൻ പറയാം, ട്രംപിന്റെ വിജയം അതിന്റെ ഭാഗമല്ലേ? അതിന്റെ ഭാഗമാണ്. അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നതിന്റെ ഭാഗമാണ്. പാലസ്തീൻ പ്രശ്നം അതിന്റെ ഭാഗമാണ്.
ലോകത്തിന്റെ വിവിധ മേഖലകളിൽ ഇപ്പൊ ഞാൻ ചോദിക്കാം, ജർമ്മനിയിൽ നാസി പാർട്ടിയെ തകർത്തു എന്ന് മാത്രമല്ല കുഴിച്ചു മൂടിയതല്ലേ. ഇപ്പതേ അവിടുത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നാസി പാർട്ടി വീണ്ടും വന്നില്ലേ. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ ജാതി, മതം, വർഗം, വർണ്ണം, ചിന്ത ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുടെ അടിസ്ഥാനത്തിലുള്ള പൊളിറ്റിക്സ്, സ്വത്വബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പൊളിറ്റിക്സ് ശക്തിപ്പെടുകയാണ്. ആ ശക്തിപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് നോക്കുമ്പോഴാണ് ഇന്ത്യയിലെ പ്രത്യേക സാഹചര്യം. ഇന്ത്യക്കകത്ത് BJP അധികാരത്തിൽ വരുന്നു. ആ BJP അധികാരത്തിൽ വരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനോടൊപ്പം തന്നെ മുസ്ലിം തീവ്രവാദം ശക്തിപ്പെടുത്താൻ വേണ്ടി SDPI ഉൾപ്പെടെയുള്ളവർ വളർന്നു വരുന്നു. ഇതിനെ രണ്ടിനെയും ഞങ്ങൾ കാണുന്ന ഒരുപോലെയാണ്. രണ്ടിന്റെ സ്വഭാവം ഒന്ന് തന്നെയാണ്. ഒന്ന് മുസ്ലിം വർഗീയത പറയുന്നു, മറ്റേ ഹിന്ദു വർഗീയത പറയുന്നു. ഇത്രയേ ഉള്ളൂ. രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശം എന്നുള്ള രൂപത്തിൽ തന്നെയാണ് CPM കാണുന്നത്. പത്മകുമാറിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മനസ്സിലാക്കാത്ത ആളുകളാണോ അങ്ങ് പെട്ടെന്ന് പാർട്ടി വിട്ടുപോകുന്നത് പ്രതീക്ഷ വെച്ചുകൊണ്ടേ? അത് എന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രമല്ല, ചില കുശുംബന്മാരുണ്ടല്ലോ സ്വാഭാവികമായിട്ട് എന്നാ ഇയാൾക്കൊരു കുത്തിരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ടാവും. അതിന്റെയൊക്കെ ഭാഗമായിട്ട് കണ്ടാൽ മതി ഇതിനെ. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പിളർപ്പല്ല, ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചവർക്ക് ഒരു മോഹബന്ധമായിരിക്കും. സംശയം പാർട്ടിക്കുള്ളിലാണോ പുറത്താണോ? എന്തോ കുശുംബന്മാരെന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിലാണോ? എല്ലായിടത്തും ഉണ്ടാവുമല്ലോ കുശുംബ്. എല്ലാവർക്കും മനുഷ്യ സഹജമായിട്ടുള്ള കുഴപ്പമല്ലേ. അകത്തും പുറത്തും ഒക്കെ കാണുമെന്ന് വെച്ചോ.